അതിശ്രേഷ്ഠനാമേശുവിനെ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം ആരിൽ സൗരഭ്യം വീശുന്നതാ പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ തിരുഹിതമികെ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എൻ്റെ വേലയെ തികച്ചു
അതിശ്രേഷ്ഠനാമേശുവിനെ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ. സ്വർഗീയയുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾക്ക് വരാവുന്ന ആപത്തിനർത്ഥങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ വിടിവെച്ച് പ്രഭാതയാമത്തിൽ ദൈവാത്മാവ് ഞങ്ങളെ ഉണർത്തിയതിനായ സ്തോത്രം. ഇന്ന് പകലിൽ ജീവിപ്പാൻ ആവശ്യം എല്ലാ സ്വർഗീയ കുറിവുകളും ഞങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്നു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശനിവാസികളെയും മയിൽ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ എല്ലാവരുടെ മേലും ദൈവിക സാന്നിധ്യമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപ ദൈവം നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് പകലിൽ ഞങ്ങളുടെ മുഖം ലജ്ജിക്കാതെ തലകുനിയാതെ ദൈവമേ ശ്രേഷ്ഠകരമായ രീതിയിൽ പദവിയിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ അടിയൻ്റെ എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമായി പാർക്കുന്ന എല്ലാ സ്നേഹിതരെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ അവർക്ക് ജീവിപ്പാൻ സ്വർഗീയ കൃപ ദൈവം പകരണമേ. കർത്താവെ, ജോലിക്ക് കടന്നു പോകുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, ശുശ്രൂഷ കർത്താവ് മേഖലയിൽ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കണമേ, അപകടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വിശേഷാൽ വാഹനം ഓടിക്കുന്ന അടിയുടെ സ്നേഹിതർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവെ കൺമണി പോലെ അവരെ കാത്തു പരിപാലിച്ച് ദിവ്യ കൃപയിൽ അവരെ പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആപത്തിൽ നിന്ന് മരണത്തുന്നവരെ വിടുവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ക്രിസ്തീയ കർത്താവെ കലാകാരന്മാർക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് നല്ല പ്രോഗ്രാമുകൾ, നല്ല അവസരങ്ങൾ, നല്ല വേദികൾ കൊടുത്ത് ദൈവം മാനിക്കണമേ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവർ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകണമേ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതത്തിൽ ദൈവം പകർന്നു കൊടുക്കണമേ എന്ന് പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അടിയോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ കർത്താവ് നീറുന്ന വിഷയങ്ങളുണ്ട്. കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്നവർ, മറ്റ് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, അങ്ങനെ വിവിധ രീതിയിൽ ഭാരത്തോടെ നിരാശയോടുകൂടെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ പ്രഭാതത്തിൽ സ്വർഗീയകരം അവരുടെ മേൽ ദൈവം വെക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏത് വിഷയമായിരുന്നാലും ദൈവം അവർക്ക് പരിഹാരം നൽകി കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവരെ നിരാശരായി പോകാൻ അനുവദിക്കാതെ, ദുഃഖിതരായി തീരുവാൻ അനുവദിക്കാതെ കർത്താവെ അവർക്ക് മറുപടി ദൈവം കൊടുക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ,
നിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാരെയും ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. നല്ല കർത്താവെ ശുശ്രൂഷകൾ കർത്താവർക്ക് നൽകണമേ. അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ. കർത്താവരുടെ വാഹനത്തെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അനേക ക്രിസ്തുവിനെ അറിയിപ്പാൻ കർത്താവെ ശുശ്രൂഷയിൽ അവർ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ കർത്താവെ, ക്രിസ്തീയ മാധ്യമങ്ങൾ കർത്താവെ, എല്ലാ ക്രിസ്തീയ യുവജന സംഘടനകൾ കർത്താവെ, എല്ലാ പ്രയർ ഗ്രൂപ്പുകൾ എല്ലാറ്റിനെയും ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാ സഭകളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയൊക്കെ നിൻ്റെ നാമം മഹത്വമെടുക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ. ആയുസ്സും ആരോഗ്യം ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകരണമേ. അവർ കയറുന്ന വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണമേ. അവരുടെ വിദ്യാഭ്യാസ കർത്താവ് മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. സ്കൂളിൽ കോളേജിൽ കർത്താവ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ അവരെ വിടുവിച്ച് കർത്താവെ ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും സഹായിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, മറ്റു ഉപരിപഠനങ്ങൾക്കായി കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ, അവരെയൊക്കെ ദൈവം സൂക്ഷിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് കർത്താവെ ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കായ സ്തോത്രം, വാഹനങ്ങൾക്കായ സ്തോത്രം, പാർപ്പിടങ്ങൾക്കായ സ്തോത്രം. കർത്താവെ, ഞാൻ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പകലിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി തരണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ വിവിധ രീതിയിൽ കർത്താവെ ഭാരത്തോടെ നിരാശയോടെ ഇരിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്കെല്ലാം പരിഹാരവും ആശ്വാസം വിടുതലും ദൈവം നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.